1994 ലോകകപ്പ് ഫൈനൽ ബ്രസീലും ഇറ്റലിയും തമ്മിലുള്ള മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടു. അസൂറികൾക്ക് വേണ്ടി നിർണായക കിക്കെടുക്കാൻ വരുന്നത് ഒരു നീളൻമുടിക്കാരനാണ്. ടൂർണമെന്റിലുടനീളം ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ അവരുടെ 10ാം നമ്പറുകാരൻ. അയാളുടെ ഞരമ്പുകളിൽ ഓടുന്നത് രക്തത്തിന് പകരം ഐസാണെന്ന് സഹകളിക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം തന്റെ കമ്പോഷറിന് പേര് കേട്ട ഒരാൾ. തന്റെ സ്വസിദ്ധമായ ലോങ് റണ്ണപ്പിന് ശേഷം അയാൾ കിക്കെടുത്തു. ഇടതുവശത്തേക്ക് ചാടിയ ഗോൾ കീപ്പർ ക്ലോഡിയോ ടഫാറിന്റെ കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായി ഷോട്ട് പോകുന്നത് എതിർദിശയിലേക്കാണ്. ആ പന്ത് ഗോളായ അയാൾ ഇറ്റലിയുടെ വീരനായകനാണ്. എന്നാൽ മറിച്ചാണെങ്കിലോ, തന്റെ കരിയറിലെ നേട്ടങ്ങളെല്ലാം കൺമുൻപിൽ വെന്തു വെണ്ണീറാവുന്നതിന് സാക്ഷിയാവേണ്ടി വരും. ഒന്നുറപ്പാണ്, ഫുട്ബോൾ ലോകം എങ്ങനെയാണ് തന്നെ ഓർക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് ഈ പെനാൽറ്റി കിക്കാണ്. 1967 ഫെബ്രുവരി 18 മറ്റിൽഡെ ഫ്ലോറിൻഡോ ദമ്പതികളുടെ 8 മക്കളുടെ 6ാമനായി ഇറ്റലിയിലെ കാൽഡോഗ്നോയിലാണ് റോബർട്ടോ ബാജിയോയുടെ ജനനം. ചെറിയ പയ്യനായിരിക്കുമ്പോൾ തന്നെ പ്രായത്തിൽ കവിഞ്ഞ ടാലന്റ് പ്രകടിപ്പിച്ചിരുന്ന അവൻ അതിവേഗത്തിലാണ് കാൽപന്തിന്റെ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറിയത്. കാൽഡോഗ്നോയുടെ യൂത്ത് ടീമിന് വേണ്ടി വെറും 26 മത്സരങ്ങളിൽ നിന്നും 45 ഗോളുകളും 20 അസിസ്റ്റുകളും നേടിക്കൊണ്ടാണ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്കുള്ള അവന്റെ കടന്നുവരവ്. അന്ന് 3ാം ഡിവിഷൻ കളിച്ചിരുന്ന വിച്ചെൻസയുടെ യൂത്ത് ടീമിലും അധികം വൈകാതെ സീനിയർ ടീമിലും ഇടം പിടിച്ച റോബർട്ടോ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റെ റോൾ മോഡൽ കൂടിയായ സീക്കോ ആയി താരതമ്യം ചെയ്യപ്പെടുകയും ഇറ്റലിയിലെ പ്രധാന ക്ലബ്ബുകളുടെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ സീസണിൽ തന്നെ സീരീസിലെ മികച്ച കളിക്കാരനുള്ള അവാർഡ് സ്വന്തമാക്കി ഫിയോർഡീനയിലേക്കുള്ള ട്രാൻസ്ഫർ ഏറെക്കുറെ യാഥാർത്ഥ്യമാകാൻ പോകുന്നതിനിടയിലാണ് ഏതൊരു യങ് ഫുട്ബോളറെയും തകർത്ത് കളയാൻ പോകുന്ന ഒരു ദുർവിധി അവന്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. സീസണിലെ അവസാന മത്സരങ്ങളിലൊന്നും ഒരു സ്ലൈഡ് ടാക്കിൾ അറ്റംപ്റ്റ് ചെയ്യുന്നതിനിടെ അവന്റെ കാൽമുട്ടുകൾക്ക് സാരമായ പരിക്ക് പറ്റി. സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇരു കാൽമുട്ടുകളിലെയും ആന്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റുകളും വലതുകാലിലെ മെനിസ്കസിന് ടിയർ സംഭവിച്ചിട്ടുണ്ട് എന്ന ഹൃദയഭേദകമായ വാർത്തയാണ് അവന് കേൾക്കേണ്ടി വന്നത്. ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോളിലേക്ക് കാലെടുത്ത് വെക്കും മുൻപ് തന്നെ അവന്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നേക്കും എന്ന് ഡോക്ടർമാർ പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫിയോറന്റീന ട്രാൻസ്ഫറുമായി മുന്നോട്ട് പോവുകയും അവന്റെ സർജറിയുടെ ചിലവുകൾ വഹിക്കാമെന്ന് കേൾക്കുകയും ചെയ്തു. ആദ്യ സീസണിൽ സർജറിയും റീഹാബിലിറ്റേഷനുമായി ഒരു ലീഗ് മത്സരം പോലും കളിക്കാതിരുന്ന റോബർട്ടോ ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം സാംപ്ഡോറിയുമായുള്ള ഒരു മത്സരത്തിലാണ് തന്റെ ലീഗ് ഡെബ്യൂ കളിക്കുന്നത്. പക്ഷേ വെറും ഒരാഴ്ചക്കകം വീണ്ടും ഒരു വലിയ ഇഞ്ചുറി ക്രൈസിസ് കൂടെ അവന് നേരിടേണ്ടി വന്നു. ഒരിക്കൽ കൂടെ കാൽമുട്ടിന് സർജറി ചെയ്യേണ്ടി വന്ന അവന് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. എന്നാൽ സീസണിന്റെ അവസാനം നാപ്പോളിയുമായുള്ള നിർണായക മത്സരത്തിൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ ബാജിയോ എന്തുകൊണ്ടാണ് ഇഞ്ചുറി പ്രോണായ ഒരു 18-കാരനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിലയ്ക്ക് തങ്ങളുടെ ക്ലബ്ബ് വാങ്ങാൻ തുടങ്ങിയത് എന്നൊരൊറ്റ നിമിഷം കൊണ്ട് ആരാധകർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യ പകുതിയിൽ ബോക്സിന് തൊട്ടു വെളിയിലായി അവർക്കൊരു ഫൗൾ ലഭിക്കുന്നു. ഒരു പെർഫെക്റ്റ്ലി കേൾ റൈറ്റ് ഫൂട്ടഡ് ഫ്രീ കിക്ക് ഗോൾ വലയെ ചുംബിച്ചപ്പോൾ ഫിയോർഡിനയ്ക്ക് ലഭിച്ചത് സീരിയയിൽ തന്നെ തുടരാനുള്ള ഒരു പോയിന്റാണ്. ഫ്ലോറൻസിലെ ആരാധകരും ബാജിയോയും തമ്മിലുള്ള മനോഹരമായ ആത്മബന്ധത്തിന് തുടക്കം കൂടിയായിരുന്നു അത്. പരിക്കിൽ നിന്നും തിരികെത്തിയ ശേഷം പതിയെ ഫോമിലേക്ക് വന്ന ബാജിയോ ഫുട്ബോൾ ലോകത്തിന് മുൻപിൽ തന്റെ വിശ്വരൂപം കാട്ടിത്തുടങ്ങി. വെറും 11 മത്സരങ്ങളിൽ നിന്നും 12 ഗോളുകൾ നേടിയ അയാളുടെ കളിമികവ് ആരാധകരെയും പരിശീലകരെയും എല്ലാം ഒരുപോലെ ഞെട്ടിച്ചു. ഇറ്റാലിയൻ ലീഗിലെ ഏറ്റവും മികച്ച താരം റോബർട്ടോ ബാജിയോ ആണ് എന്ന വാദം പോലും ഉയർന്ന ആ സമയത്ത് നാപ്പോളിയിൽ ഡിയേഗോ മറഡോണ എന്ന അർജന്റീനക്കാരൻ കളിച്ചിരുന്നു എന്നത് കൂടെ നാം ഓർക്കണം. ലീഗ് ടേബിളിലെ സ്ഥാനം അത്ര മികച്ചതല്ലായിരുന്നെങ്കിലും 89-90 സീസണിലെ യുഎഫ കപ്പിൽ വെർഡർ ബ്രമനെയും അത്ലറ്റിക്കോ മാഡ്രിഡിനെയും അട്ടിമറിച്ച് ഫൈനൽ പ്രവേശനം നേടാൻ ഫിയോർഡിനയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഫൈനലിൽ ഇരുവാദങ്ങളിലുമായി 3-1 തങ്ങളുടെ ചിരവൈരികളായ യുവന്റസിനോട് പരാജയപ്പെട്ടതിന്റെ കനൽ അണയും മുന്നേ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയോടെ ഫിയോർഡിന ആരാധകരെ തേടിയെത്തി. 8 മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്ക് ബാജിയോ യുവന്റസിലേക്ക് കൂടുമാറാൻ പോകുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ആരാധകർ ഫ്ലോറൻസിലെ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ടു. 50ഓളം പേർക്ക് പരിക്ക് പറ്റി. ഫിയോർഡിനയുടെ ഓണേഴ്സ് ആയിരുന്ന പോണ്ടല്ലോ ഫാമിലിയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. സാമ്പത്തിക പരാധീനതകൾ കാരണം ക്ലബ്ബാണ് തന്നെ വിൽക്കാൻ തീരുമാനിച്ചതെന്നും തനിക്ക് ഫിയോർഡിനെ വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നുവെന്നും ബാജിയോ വിശദീകരണം നൽകിയെങ്കിലും തങ്ങളോട് കാണിച്ച വഞ്ചനയ്ക്ക് പൊറുക്കാൻ ആരാധകർ തയ്യാറായില്ല. ശരീരത്തിനേറ്റ ക്ഷതങ്ങൾ മറഞ്ഞു തുടങ്ങിയെങ്കിലും മനസ്സിനേറ്റ അതിലും ആഴമേറിയ മുറിവുകളുമായാണ് ബാജിയോ സ്വന്തം രാജ്യത്ത് വെച്ച് നടക്കുന്ന 1990 ലോകകപ്പിനെത്തുന്നത്. അന്നത്തെ ഇറ്റാലിയൻ മാനേജറായിരുന്ന വിച്ചീനി താരതമ്യേന പരിചയസമ്പന്നനായ ജിയാൻലൂക്ക വിയാലിയാണ് പലപ്പോഴും പ്രിഫർ ചെയ്തതെങ്കിലും ലഭിച്ച അവസരങ്ങളിലെല്ലാം ബാജിയോ തന്റെ അസാമാന്യ കഴിവുകൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ചെക്കോസ്ലോവാക്യക്കെതിരെ അയാൾ നേടിയ ഒരു ബ്രില്യൻ സോളോ ഗോൾ ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ മികച്ച ഗോളുകളിലൊന്നാണ്. മത്സരത്തിന്റെ 78ാം മിനിറ്റിൽ മധ്യനിരക്കരികിലായി സഹതാരം ഗനീനിയിൽ നിന്നും പന്ത് സ്വീകരിക്കുന്ന ബാജിയോ 3 ഡിഫൻഡർമാരെ അനായാസം മറികടന്ന് ഓപ്പോസിറ്റ് ബോക്സിലേക്ക് ഓടിക്കയറിയ ശേഷം പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അതിലയാളുടെ സ്കില്ലും വിഷനും കമ്പോഷറും മാജിക്കൽ ടച്ചുമെല്ലാം മനോഹരമാംവിധം ഉൾച്ചേർന്നിരുന്നു. എന്നിട്ടും സെമി ഫൈനലിൽ അർജന്റീനയ്ക്കെതിരായ മത്സരത്തിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്ന ബാജിയോ അന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ കളിയുടെ ഗതി എന്തായി എന്നത് ഇന്നും ഫുട്ബോളിലെ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളിലൊന്നാണ്. കണങ്കാലിന് ചവിട്ടിയിടാൻ വിധി പലപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ പ്രതിഭ വീണ്ടും വീണ്ടും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരുന്നു.
ആദ്യ 18 മത്സരങ്ങളിൽ നിന്നും 17 ഗോളുകൾ നേടിക്കൊണ്ട് യുവന്റസിലും തന്റെ മിന്നുന്ന ഫോം തുടർന്നെങ്കിലും ഫിയോർമീനയോടുള്ള കൂറ് പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ച ബാജിയോ അംഗീകരിക്കാൻ യുവന്റസ് ആരാധകർ തയ്യാറായില്ല. എന്നാൽ രണ്ടാമത്തെ സീസണിലും മികച്ച പ്രകടനം തുടർന്നതോടെ അവർക്ക് അയാളെ അവഗണിക്കാൻ നിർവാഹമില്ലാതായി. ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ അയാളുടെ കരിയർ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത് 92-93 സീസണിലാണ്. യുഎഫ കപ്പിന്റെ സെമിഫൈനലിലും ഫൈനലിലുമായി 5 ഗോളുകൾ അടിച്ചുകൂട്ടിയ ബാജിയോ യുവന്റസിനെ ചാമ്പ്യന്മാരാക്കുകയും ആ വർഷത്തെ ബലോണ്ടിയോറും ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡുമെല്ലാം കരസ്ഥമാക്കുകയും ചെയ്തു. 94 ലോകകപ്പിന്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടിലും ഇതേ ഫോം തുടരാൻ ബാജിയോയ്ക്ക് കഴിഞ്ഞെങ്കിലും കൃത്യം ലോകകപ്പിന് മുൻപേ അദ്ദേഹത്തിന് വീണ്ടും കാൽമുട്ടുകൾക്ക് പരിക്കേറ്റു. ഗ്രൂപ്പ് മത്സരങ്ങളിലൊന്നും കാര്യമായി തിളങ്ങാനാവാതെ ഉഴറിയ ഇറ്റലി 3ാം സ്ഥാനക്കാരെങ്കിലും അടുത്ത റൗണ്ടിലേക്ക് കഷ്ടിച്ച് കടന്നുപോയി. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ആദ്യം തന്നെ സ്കോർ ചെയ്ത നൈജീരിയക്കെതിരെ 88ാം മിനിറ്റ് വരെയും ഗോൾ നേടാൻ കഴിയാതെ വന്നതോടെ ആസന്നമായ ദുരന്തത്തിന് ഇറ്റലി ആരാധകർ മനസ്സാ തയ്യാറായി. എന്നാൽ 89ാം മിനിറ്റിൽ റോബർട്ടോ റൂസിയുടെ ലോ കട്ട് ബാക്ക് അനായാസമായ കൃത്യതയോടെ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് പ്ലേസ് ചെയ്ത ബാജിയോ അവരുടെ പ്രതീക്ഷകൾക്ക് പുത്തൻ ചിറകുകൾ നൽകി. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ ഒരിക്കൽ കൂടെ വലയൊലുക്കിക്കൊണ്ട് അയാൾ തുടക്കം കുറിക്കുന്നത് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾക്കൊന്നിനാണ്. സ്പെയിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഗോളടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ബാജിയോ ടീമിന്റെ രക്ഷകനായി. സെമിഫൈനലിൽ ബൾഗേറിയക്കെതിരെ 25 മിനിറ്റിൽ 2 തവണ കൂടെ അയാൾ വലയൊലുക്കിയതോടെ ഫൈനൽ പ്രവേശനവും കിരീടവുമെല്ലാം കേവലം ഒരു അനിവാര്യത പോലെ തോന്നിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ വീണ്ടും എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാനാവാത്ത അതിഥിയെപ്പോലെ പരിക്ക് കടന്നു വന്നതോടെ ഫുള്ളി ഫിറ്റ് അല്ലാതെയാണ് അയാൾ അവസാന മത്സരത്തിൽ ബ്രസീലിനെ നേരിടുന്നത്. നിർണായകമായ കിക്ക് പുറത്തുപോയതോടെ നിമിഷ നേരം കൊണ്ട് അയാളുടെ വീരപരിവേഷം ദുരന്ത നായകന്റേതിലേക്ക് മാറി. അയാൾ ആ കിക്ക് സ്കോർ ചെയ്തിരുന്നെങ്കിൽ പോലും ബ്രസീലിന് ജയിക്കാൻ ഒരവസരം കൂടെ ഉണ്ടായിരുന്നു എന്നതോ അയാൾക്ക് പുറമെ മറ്റു 2 പേർ കൂടെ പെനാൽറ്റി പാഴാക്കിയിരുന്നു എന്നതോ ഒരിക്കലും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിച്ചില്ല. ലോകകപ്പിലെ തോൽവി ഏൽപ്പിച്ച മാനസികാഘാതവും പരിക്കുകളും യുവന്റസിലെ സ്ഥാനനഷ്ടവുമെല്ലാം പഴങ്കഥകളാക്കി ബൊളോഞ്ഞ പോലും ചെറിയ ടീമിന് വേണ്ടി 22 ഗോളുകൾ നേടിക്കൊണ്ട് സീരിയയിൽ അയാളുടെ ബെസ്റ്റ് സീസൺ അതിനുശേഷമാണ് സംഭവിച്ചതെന്ന് അധികമാർക്കും അറിയാൻ വഴിയില്ല. 98 ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെതിരെ ഒരിക്കൽ കൂടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി പുറത്തു പോകുമ്പോൾ അയാളുടെ സ്ഥാനം കിക്ക് ഗോളാക്കിയവരുടെ കൂട്ടത്തിലായിരുന്നു എന്നതും തന്റെ 33ാം വയസ്സിൽ പോലും ബാഴ്സലോണ പോലെയുള്ള വലിയ ക്ലബ്ബുകൾ അയാളുടെ പുറകെ ഉണ്ടായിരുന്നു എന്നതും തന്റെ അവസാന സീസണിൽ പോലും 12 ഗോളുകളും 11 അസിസ്റ്റുകളും നേടി ബ്രസീലിയെ റെലിഗേഷൻ ബാറ്റിൽ നിന്നും കരകയറ്റാൻ മുന്നിൽ നിന്നും നയിച്ചിരുന്നു എന്നതൊന്നും പ്രധാനപ്പെട്ട ഒരു രേഖകളിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല. കാരണം ലോകം നമ്മെ കാണുന്നത് ആയിരക്കണക്കിന് നേട്ടങ്ങൾക്കിടയിൽ നമുക്ക് സംഭവിച്ച ഒരേ ഒരു പിഴവിനെ ഓർത്താണ്. അതിന് ബാജിയോയേക്കാൾ മികച്ച ഉദാഹരണം ഫുട്ബോൾ ചരിത്രത്തിൽ വേറെ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. പലപ്പോഴും തന്റെ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ആരാധകർക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തിന്റെ 100 കണക്കിന് നിമിഷങ്ങൾ സമ്മാനിച്ച ഫുട്ബോൾ മൈതാനത്ത് പന്ത് തട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളെ ഒരേ ഒരു നിമിഷാർദ്ധത്തിലെ പിഴവിന്റെ പേരിൽ ചരിത്ര താളുകൾ അടയാളപ്പെടുന്നതിലും വലിയ അനീതി വേറെന്താണുള്ളത്? റോബർട്ടോ ബാജിയോയുടെ കരിയർ കേവലം ഒരു പെനാൽറ്റി മിസ്സിന്റെ പേരിൽ മാത്രം ഓർമ്മിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ബിക്കോസ് ബാജിയോ വാസ് നോട്ട് ജസ്റ്റ് എ ഫുട്ബോളർ, he was a magician, an artist, a fighter. He was the divine ponytail who made millions of people fall in love with the game of football.